മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണി താമസ് ആണ്. യെസ്, അപ്പൊ ഇനി സ്കൂൾ തുറക്കാൻ നമ്മുടെ മുന്നിൽ ആകെ ഒരാഴ്ച സമയമുള്ളൂ അല്ലെ. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് സ്കൂൾ തുറന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന നാളെയോ അല്ലെങ്കിൽ അങ്ങനെ എത്ര കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. സോ എന്താണ്, യെസ്, എന്തായാലും നമ്മുടെ മുന്നിൽ പുതിയൊരു വർഷമാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയത് പഠിക്കാൻ വേണ്ടി പോവാണ്. പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി പോകുന്ന വർഷമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ എന്താണ് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ മിസ് പ്രാർത്ഥിക്കുകയാണ്, അതുപോലെ തന്നെ വിഷ് ചെയ്യാണ്. ബെസ്റ്റ് വിഷസ് കേട്ടോ. നല്ലൊരു വർഷം ആയിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടൊക്കെ പഠിക്കാനൊക്കെ ആവട്ടെ എന്നുള്ളൊക്കെ മിസ് വിഷ് ചെയ്യാണ്. യെസ്, അപ്പം പുതിയൊരു വർഷം ആവുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ മുറുക്കെ പിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ മിസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കുറച്ച് നല്ല ഹാബിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് നല്ല ശീലങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മിസ്സേ ഞാൻ ഇങ്ങനെയാണ് അല്ലെ, യെസ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടെന്ന് കമന്റ് ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾ മാറാൻ റെഡിയാണ്, മിസ്സിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മാറാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, യെസ് ഞാൻ മാറും അല്ലെങ്കിൽ ഐ ആം റെഡി എന്നൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണ്ടാ, യെസ് ഗുഡ് ഹാബിറ്റ്സ് അല്ലെ, നല്ല ശീലങ്ങളെ കുറിച്ചാണ് മിസ് പറഞ്ഞു വരുന്നത്. സോ ഗുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ അത് തന്നെ എന്താണ്, നല്ലൊരു ലൈഫിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ അല്ലെ നല്ലൊരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർക്കൊക്കെ, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ എന്താണ് നമ്മളോട് ഇഷ്ടം കൂടിയാണ് ചെയ്യുക അല്ലെ. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം എന്താണ്, ബി റെഡി ടു ലേൺ അല്ലെ. ബി റെഡി ടു ലേൺ. എടാ പുതിയ വർഷമാണ്, അപ്പൊ ഈ വർഷം തൊട്ട് നിങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളെ പഠിത്തത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്തൊക്കെയാണ്, അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ മാക്സിമം അത് അന്ന് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സാറ്റർഡേ സൺഡേ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മള് മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ എന്ത് ചെയ്യും, നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സാറ്റർഡേ സൺഡേ ഇരുന്നിട്ട് ആ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ വേറെ പലരും ചെയ്യാത്തൊരു കാര്യമാണ് എന്ത്, ടൈം ടേബിൾ അനുസരിച്ചിട്ട് ബുക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ചോദിക്കുമ്പോഴായിരിക്കും, അയ്യോ ഈ ബുക്ക് കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ആ ബുക്ക് കൊണ്ടുപോയിട്ടില്ല, അപ്പൊ ക്ലാസ്സിൽ ടീച്ചറുടെ വായിലുള്ളതൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ പുതിയതായിട്ടും തുടങ്ങേണ്ട, അല്ലെങ്കിൽ ഈ ശീലം ഫോളോ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അത് പറയാം. ഓക്കെ, പുതിയതായിട്ട് തുടങ്ങേണ്ട ഒരു ശീലം അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ശീലം എന്താണ്, ടൈം ടേബിളിനനുസരിച്ചിട്ടുള്ള ബുക്സ് കൊണ്ടുപോവുക. അതാകുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ബുക്കും മറന്നു പോവില്ല, ഒരു ബുക്കും എക്സ്ട്രാ കൊണ്ടുപോകില്ല. ചില കുട്ടികൾ എന്ത് ചെയ്യും, എല്ലാ ബുക്കും കൂടെ എടുത്ത് ബാഗിലിടും. അപ്പൊ എന്താ ഉണ്ടാവുന്നത്, അത്രയും വെയിറ്റ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ബാഗിന്റെ കൂടെ കൊണ്ടുപോവില്ലേ ചെയ്യുന്നത്. അത് വേണ്ട. ടൈം ടേബിളിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ബുക്സ് മാത്രം നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുക, അത് സ്വന്തമായിട്ടൊന്ന് ടൈം ടേബിൾ എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ അല്ലെ എന്ത് ചെയ്യുക, പേരൻസിന്റെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ഏതൊക്കെയാണോ നിങ്ങളെ സബ്ജക്ട്സ് ഉള്ളത് അതിനനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക, ബുക്സ് എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുക. പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ അല്ലെ, പെൻസിൽ ബോക്സിലേക്ക് നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേരൻസിനെ ഏൽപ്പിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബുക്സിന്റെ കാര്യങ്ങളും പെൻസിൽ ബോക്സും ഒക്കെ സ്വന്തമായിട്ട് ഒരുക്കാൻ വേണ്ടി നോക്കുക. അടുത്തൊരു ശീലം എന്താണ്, റീഡ് എവറി ഡേ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വായിക്കാൻ വേണ്ടി നോക്കുക. അത് മേ ബി എന്തെങ്കിലും കഥാപുസ്തകങ്ങൾ, സ്റ്റോറി ബുക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെ, നമ്മൾക്ക് ഡൈജസ്റ്റ് ഒക്കെ പോലത്തെ ഓരോ ബുക്സ് ഒക്കെ കിട്ടും, ജനറൽ നോളജിന്റെ ബുക്സ് ഒക്കെ കിട്ടും. ഇങ്ങനെ എന്തെങ്കിലും ബുക്സ് ഒക്കെ വായിക്കുക, അല്ലെങ്കിൽ പേപ്പർ, ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും വായിക്കാൻ വേണ്ടി നോക്കുക. സോ ഈ റീഡിങ് ഹാബിറ്റ് എപ്പോഴും നമുക്ക് ലൈഫിലേക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങളിപ്പോ ചെറിയ പ്രായത്തിൽ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണല്ലോ. അപ്പൊ ചെറുപ്പത്തിലേ നമ്മൾ ഇതിനോടൊക്കെ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരാവുന്ന സമയത്ത് ഇതൊന്നും ഒരു ഭാരമായിട്ട് തോന്നില്ല. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചെറുപ്പത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. ഓക്കെ, അത് നമ്മളുടെ മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നതിനും നമ്മുടെ ലൈഫിനെ ഈസി ആക്കുന്നതിനുമായിട്ട് റീഡിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ റീഡിങ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് സംതിങ് എവറി ഡേ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതല്ല, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ബുക്സ് എല്ലാ ദിവസവും വായിക്കാനായിട്ടും കൂടെ ഓർക്കണം കേട്ടോ. അടുത്തത് മിസ് പറയാൻ വേണ്ടി പോകുന്നത്, മിസ്സിനെ കുട്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്റ്റേ ക്യൂരിയസ്. എപ്പോഴും ഒരുപാട് ആകാംക്ഷയുള്ളവരായിട്ടിരിക്കുക, എപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെ. അതായത് ഇപ്പൊ കുട്ടികൾക്കുള്ള ഒരു ഫീച്ചർ തന്നെ, അല്ലെങ്കിൽ കുട്ടികളുടെ മെയിൻ ഒരു പ്രത്യേകത തന്നെ അതാണ്,
പല സംശയങ്ങളായിരിക്കും, ഇതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ എന്നുള്ളത്. അങ്ങനെ ചോദിച്ച് തന്നെ വളരണം മക്കളെ. ഒരാളോടും ചോദ്യം ചോദിക്കാൻ വേണ്ടി മടിക്കരുത്. എന്താണോ നിങ്ങൾക്ക് അറിയാത്ത കാര്യം അതിനെ കുറിച്ചിട്ട് ആരാണോ അതിനെക്കുറിച്ച് അറിവുണ്ടാവാൻ, ഇപ്പൊ ചില കാര്യങ്ങള് നമ്മൾ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവില്ല, അപ്പൊ നമ്മളത് ടീച്ചേഴ്സിനോട് ചോദിക്കേണ്ടി വരും. അങ്ങനെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോട് ചോദിക്കുക, ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിക്കുക. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാൻ വേണ്ടി കഴിയും അല്ലെ? യെസ്, അങ്ങനെ ഗൂഗിൾ ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം എപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ആകാംക്ഷയുള്ളവരായിട്ടിരിക്കുക കേട്ടോ. അതാണ് കുട്ടികൾക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. നമ്മുടെ ഉള്ള കുട്ടിത്തം പോയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണത്. സോ ബി ക്യൂരിയസ്. അടുത്തൊരു ക്വാളിറ്റി നല്ലൊരു ഫ്രണ്ട് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മളൊരു നല്ല ഫ്രണ്ട് ആയിരുന്നാലേ ഉള്ളൂ നമുക്കും നല്ല ഫ്രണ്ട്സിനെ കിട്ടുക. ഒരു കാരണവശാലും നമ്മുടെ ഫ്രണ്ട്സിനോട് കുശുമ്പൊന്നും കാണിക്കാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം കിട്ടുമ്പോൾ ഓ അവൾ അങ്ങനെയല്ലേ അല്ലെങ്കിൽ അവൻ അങ്ങനെയല്ലേ, അങ്ങനത്തെ ഒരു എന്താ പറയാ ആറ്റിറ്റ്യൂഡ് വെക്കരുത്. നമ്മുടെ ഫ്രണ്ടിന് നല്ലൊരു കാര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ അതിൽ ഹാപ്പി ആവാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ വരുന്ന സമയത്ത് നമ്മൾ അതിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഒരിക്കലും അവരോട് അസൂയുള്ളവരോ അല്ലെങ്കിൽ കുശുമ്പുള്ളവരോ ആവരുത്. എന്ത് ചെയ്യാ, ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരുപാട് സ്നേഹത്തോടെ അല്ലെ അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ വളരാ. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഈ ചെറിയ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മളെ കൂടെ ലൈഫ് ലോങ് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മിസ്സിനൊക്കെ ഉണ്ട്, മിസ്സിന്റെ കൂടെ 5th പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്. സോ അവൾ ഇപ്പോഴും എന്റെ ഫ്രണ്ട് ആയിട്ടുണ്ട്. അങ്ങനെയല്ല ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. സോ നമ്മുടെ കൂടെ എപ്പോഴും ചിലപ്പം ഉണ്ടാവാനുള്ള ആൾക്കാരായിരിക്കാം. സോ അവരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ പെരുമാറുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ സ്റ്റഡീസിലൊക്കെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും വിഷമം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അവരതിനെ ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അവർ ഒരു ദിവസം ലീവ് ആകുമ്പോൾ അവർക്ക് നോട്ട്സ് ഒക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. ഇതേപോലെ തന്നെ എന്താണ് നിങ്ങൾ ലീവ് ആവുന്ന സമയത്ത് അവരോട് നോട്ട്സ് ഒക്കെ ചോദിക്കുക. ഇങ്ങനെയൊക്കെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷം നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈറ്റ് ഹെൽത്തി ഫുഡ്. മക്കളെ, നിങ്ങൾ വളരുന്ന പ്രായമാണ്. ഓക്കെ, അപ്പൊ ഈ പ്രായത്തില് നിങ്ങൾ എന്ത് കഴിക്കുന്നോ എന്താണോ ഏറ്റവും ശരിക്കും ഈ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രായമാണ്. ഓക്കെ, അപ്പം ഈ പ്രായത്തിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നോ അല്ലെങ്കിൽ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നോ, വെറുതെ നമ്മൾ കുറെ ലേസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ്സ് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിൽ കാര്യമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വീട്ടിലുള്ള ഫുഡുകൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഓക്കെ, പാലൊക്കെ കുടിക്കുക. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് നിങ്ങൾ എത്ര വലുതായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ എല്ലൊക്കെ നന്നായിട്ട് വളരുന്ന സമയമാണ്. സോ എന്ത് ചെയ്യുക, മീന്, മുട്ട, പാല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ കഴിക്കാൻ പറ്റുകയാണെങ്കിലൊക്കെ കഴിക്കുക. ഓക്കെ, ഇത് കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് വേറെ നല്ല അല്ലെ പച്ചക്കറികൾ ഉണ്ടാവും, അതിനകത്ത് തന്നെ ഇലക്കറികൾ അല്ലെ, ലീഫി വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇതൊക്കെ കഴിക്കുക. ഇതൊക്കെ കഴിക്കുന്ന എന്തിനാണ്, നമ്മളുടെ ബോഡി ഗ്രോത്തിനും നമ്മളുടെ മെന്റൽ ഗ്രോത്തിനും, നമുക്ക് നന്നായിട്ട് ബുദ്ധി ഉണ്ടാവാനും അല്ലെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ നിൽക്കണ്ടേ. സോ ഇതിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരുപാട് പേര് സ്കൂളിൽ പോകുന്ന എനിക്കറിയാം. അപ്പൊ അത് മാറ്റണം. ഈ വർഷം തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട് കേട്ടോ. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ പറയാ ഒരു ബ്രെയിനിന്റെ ഫുഡാണെന്നാ പറയുന്നത്. അതായത് നമ്മളൊരു ദിവസത്തെ നമ്മുടെ ഫുൾ ആക്ടിവിറ്റി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനനുസരിച്ചായിരിക്കുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നാണെങ്കിൽ ആ ദിവസം മുഴുവൻ ക്ഷീണമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് യു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക കേട്ടോ. അമ്മമാരോടും കൂടിയാണ് ഉറപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെന്ന്, കുട്ടി കഴിച്ചിട്ടാണ് പോവുക എന്നുള്ളത് ഉറപ്പാക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, സ്ലീപ് വെൽ ആൻഡ് വേക്ക് അപ്പ് ഏർലി. നന്നായിട്ട് ഉറങ്ങുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക അല്ലെ നേരത്തെ കിടന്നുറങ്ങുക കേട്ടോ. അതായത് രാത്രി ഒരു 11-12 മണിയൊന്നും ആവാൻ വേണ്ടി നിൽക്കരുത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ വർക്കൊക്കെ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുക. 10 മണിന്റെ മുന്നേ കിടന്നുറങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ 10 മണി ആകുമ്പോഴത്തേക്ക് എന്തായാലും കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നേരത്തെ കിടന്നുറങ്ങിയ പോലെ തന്നെ എന്ത് ചെയ്യുക, നേരത്തെ എഴുന്നേക്കാനും വേണ്ടി ശ്രമിക്കുക. ഒരു 6:30 7 മണീന്റെ മുന്നേ ആയിട്ട്, ഓക്കെ, ഒരു 7 മണിക്ക് മുന്നേ ആയിട്ട്. അതായത് ചില കുട്ടികൾക്ക് എന്താണ് നേരത്തെ സ്കൂൾ തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. സോ അങ്ങനെ നേരത്തെ സ്കൂൾ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കേണ്ടി വരും. ഇനി അതല്ല നിങ്ങൾ മടിയന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേക്കാൻ നോക്കണം. 7 മണി 6:30 7 മണിക്ക് എണീക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, പതുക്കെ അത് 6:30 ആക്കാൻ വേണ്ടി നോക്കുക. അലാം ഇങ്ങനെ ഓരോ ദിവസം കുറച്ച് മെല്ലെ മെല്ലെ കൂട്ടി വെക്കുക. അല്ലെങ്കിൽ അമ്മേനോട് പറയാ, എന്നെ 6:30 വിളിക്കണം അമ്മേന്ന് പറഞ്ഞിട്ട്. അന്നേരമൊക്കെ ഭയങ്കര മടുപ്പായിരിക്കും, നല്ല മഴയൊക്കെ അല്ലേ, മടുപ്പായിരിക്കും. പക്ഷെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എഴുന്നേക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. സോ ഒരു 6:30 7 അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ, 6 മണി ദിവസം പറയുന്നത് ചില കുട്ടികൾ എണീക്കുമായിരിക്കും. എന്തായാലും 7 മണിക്ക് അപ്പുറത്തേക്ക് കിടന്നുറങ്ങാതെ നോക്കുക കേട്ടോ. അതിനെ മുന്നേ തന്നെ എഴുന്നേക്കാനായിട്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കുക.
ദാ ഈ കാര്യം ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, മഴക്കാലാണ് വരുന്നത് മക്കളെ, ഒരുപാട് രോഗങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേർക്ക് പനി വരും അല്ലെ, ഇങ്ങനെ പല അസുഖങ്ങളും വരും. പിന്നെ നമ്മൾ എന്താ പറയാ, ഈ ഡേർട്ടി ആയിട്ടുള്ള വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ചിലപ്പോൾ എലിപ്പനി അല്ലെങ്കിൽ കൊതുകൊക്കെ കടിച്ചിട്ട് വേറെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണൽ ഹൈജീൻ വെക്കുക. അതായത് എന്ത് ചെയ്യുക, നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ, അല്ല സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുളിക്കുക. സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യുക, ബോഡിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കുളിച്ച് നല്ല വൃത്തിയായിട്ട് പോവുക. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, കൈ സോപ്പിട്ട് കഴുകുക. അല്ലാതെ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് തിന്നാൻ വേണ്ടി നോക്കരുത്. ആദ്യം പോയിട്ട് എന്ത് ചെയ്യണം, കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. എന്നതിന്റെ ശേഷം നിങ്ങൾ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പോയി കുളിച്ച് വന്നതിന്റെ ശേഷം നിങ്ങൾ ഫുഡ് കഴിക്കുക, ബാക്കിയുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുക. സോ പേഴ്സണൽ ഹൈജീൻ വേണം. പിന്നെ ഡ്രസ്സൊക്കെ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് മാറ്റുക കേട്ടോ. അപ്പൊ ഇന്നർവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് നിങ്ങൾ മാറ്റണം. ഇതൊക്കെ പേരൻസും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ ചെറിയ കുട്ടികളെങ്കിൽ എന്താണ് അവർ ശ്രദ്ധിച്ചില്ല എന്ന് വരും. സോ അതെന്ത് ചെയ്യുക, പേരൻസ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോപ്പിട്ട് കൈ കഴുകാൻ വേണ്ടി മറക്കരുത്. കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സോപ്പിട്ട് കൈ കഴുകിയിട്ടില്ലേ. സോ അതേപോലെ തന്നെ നിങ്ങൾ ഇരിക്കുക. സ്കൂളിലേക്ക് പറ്റുകയാണെങ്കിൽ ചെറിയൊരു കുപ്പി സാനിറ്റൈസർ അതും കൊണ്ടുപോയിക്കോളൂ. കാരണം നിങ്ങൾ ബസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന വെഹിക്കിളിൽ അല്ലെ, അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നതല്ലേ. സോ ഇതിന് ശേഷം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ എന്തെങ്കിലും ജേംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാനിറ്റൈസറിനോട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യേണ്ട വേറൊരു ശീലം എന്താണ്, റെസ്പെക്ട് എവരി വൺ. എല്ലാവരുടെ വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി നിങ്ങൾ പെരുമാറണം. അതായത് നിങ്ങളുടെ പേരൻസ് ഉണ്ടാവും, വീട്ടിലാണെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അല്ലെ, ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ ആരാണ്, അച്ചാച്ചനോ അമ്മാപ്പയോ വല്യപ്പ വല്യമ്മയൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സോ അവരെടുത്തൊക്കെ റെസ്പെക്റ്റോട് കൂടി പെരുമാറുക. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരാണെന്നുണ്ടെങ്കിലും അവരെടുത്തൊന്നും മോശമായിട്ട് പെരുമാറരുത്. നമ്മൾ വലിയ കുട്ടികളാവല്ലേ. അപ്പൊ നമ്മൾ വലിയ കുട്ടികളാവുന്നു എന്നുള്ളത് അവര് നമ്മുടെ പെരുമാറ്റത്തിന് കണ്ടിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരുടെ അടുത്തും നല്ല ബഹുമാനത്തോട് കൂടി പെരുമാറുക. സ്കൂളിലാണെങ്കിലും മക്കളെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അല്ലെ, ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഭയങ്കര മോശമായിട്ട് പല കാര്യങ്ങളും പറയുന്നൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ. നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയൊന്നും ആവരുത്. എന്ത് ചെയ്യുക, ടീച്ചേഴ്സിന്റെ അടുത്തും വളരെയധികം റെസ്പെക്ട് ഇല്ലേ. ടീച്ചേഴ്സിന്റെ അടുത്ത് മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ വേറെ കുറെ സ്റ്റാഫുകളുണ്ട് അല്ലെ. നമുക്ക് സ്കൂളിൽ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിമാരുണ്ട്, പ്യൂൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവരുടെ അടുത്തൊക്കെ തന്നെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറാനായിട്ട് എന്റെ കുട്ടികൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയൊക്കെ മിസ്സിന് പറയാനുള്ളൂ. എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 8 ഹാബിറ്റ്സ് അത് ഓൾറെഡി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മിസ് ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ടെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി ഇതൊക്കെ ഫോളോ ചെയ്തോളാം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എഡ്യൂപോർട്ടിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതും കൂടെ ചെയ്ത് വെച്ചേക്കുക. യെസ്, അപ്പൊ നമ്മുടെ ബാച്ചിലേക്കൊക്കെ ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട്. എഡ്യൂപോർട്ടിന്റെ ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ താഴെ നമ്പർ ഇങ്ങനെ സ്ക്രോൾ പോകുന്നുണ്ടാവും. സോ ആ നമ്പറിലേക്കൊക്കെ വിളിച്ചു വെച്ചിട്ട് നമ്മുടെ ബാച്ചിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ നല്ല ക്ലാസ്സുകളൊക്കെയാണ് നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നത്. ബാക്കി എന്താണ്, മിസ് നേരത്തെ വിഷ് ചെയ്ത പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സോ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.